ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ രാജശ്രീ വിനോദ്. ഇന്നു മുതൽ നമ്മളൊരു പുതിയ മിഷനിലേക്ക് കടക്കുകയാണ്. ടാർഗറ്റ് 30. നമുക്കറിയാം, കേട്ടറ്റ് എക്സാമുകൾക്ക് എപ്പോഴും സൈക്കോളജിയിൽ നിന്ന് 30 മാർക്കിനാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 30-ൽ 30 മേടിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സൈലം ഗുരു നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. കേട്ടറ്റ് കാറ്റഗറിയിലെ മുഴുവൻ മാർക്കും ദാ പിടിച്ചോ എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിത്യേന നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ശ്രേണിയായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും, ആഴ്ചയിലെ 5 ദിവസവും നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ക്വസ്റ്റ്യൻസുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം വീക്ക് എൻഡ് ആകുമ്പോൾ നമുക്കൊരു ലൈവ് നടത്തി അത്രയും ദിവസം പഠിച്ച ദിവസങ്ങളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ റിവിഷൻ ചെയ്ത്, റീകോൾ ചെയ്ത്, റിവ്യൂ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു നോട്ട് ബുക്ക് എടുത്ത് ആ നോട്ട് ബുക്കിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും കൂടി ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കുക. ഇത് കേട്ടറ്റുകാർക്ക് മാത്രമല്ല, LP UP വിഭാഗത്തിൽ എക്സാം എഴുതുന്ന അധ്യാപകർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ, അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാവും ചോദ്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇനി വരുന്ന എക്സാമുകൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം, നമുക്കറിയാം, നമ്മൾ എത്ര പഠിച്ചാലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നിങ്ങൾക്ക് എളുപ്പമാകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആദ്യം നമ്മൾ തുടക്ക കാലഘട്ടത്തിൽ 1, 2, 3, 4 സെറ്റുകൾ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കയറാതെ സൈക്കോളജിയുടെ ഒരു ഔട്ടർ ഏരിയ നമുക്ക് പെട്ടെന്ന് എന്താണെന്നൊക്കെ മനസ്സിലാക്കത്തക്ക രീതിയിൽ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ വരുന്ന 1, 2, 3, 4, 5 മാർക്ക് അച്ചീവ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഇന്നർ ഏരിയയും അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തെ ഏതാണ്? മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തേത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തേത്, നമുക്കറിയാം 5 മനഃശാസ്ത്ര പഠന രീതികളാണുള്ളത്, അല്ലെ? അതിൽ ഏറ്റവും ആദ്യ മനഃശാസ്ത്ര പഠന രീതി എന്ന് പറയുന്നത്, മെത്തേഡ് ഏതാണ്? മനഃശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അഥവാ ആത്മപരിശോധനാ രീതിയാണ്. ഏതാണ്? ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയാം. ഏത് രീതിയാണ്? ആത്മപരിശോധനാ രീതി. ആത്മപരിശോധനാ രീതി. ആത്മപരിശോധനാ രീതി എന്ന് പറയാം. ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല 1879 ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ ഏറ്റവും ആദ്യമായി ഒരു സൈക്കോളജിക്കൽ ലബോറട്ടറി ആരംഭിച്ചത് വില്യം വൂണ്ട് ആണ്. ആരാണ്? വില്യം വൂണ്ട് ആണ് ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. എവിടെയാണ്? ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ 1879. അന്നു മുതൽ അദ്ദേഹത്തെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്നു. അദ്ദേഹം തന്നെയാണ് ഈ ആത്മപരിശോധനാ രീതി, നമ്മൾ ആദ്യം കണ്ട ഉത്തരം, ആത്മപരിശോധനാ രീതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും, അല്ലെ? ആദ്യമായി ആ രീതി കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം വൂണ്ട് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജസ്റ്റാൾട്ടിസം, നമുക്കറിയാം ജർമ്മനിയിൽ രൂപം കൊണ്ടു, അല്ലെ? ജസ്റ്റാൾട്ടിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാക്സ് വെർത്തീമർ ആണ്. ആരാണ്? മാക്സ് വെർത്തീമർ. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ മാക്സ് വെർത്തീമർ ആണ്. വൈഗോട്സ്കി നൽകുന്ന പഠന രീതികളിൽ
വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതി. നമുക്കറിയാം ഇന്നത്തെ കേരള വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന മനഃശാസ്ത്രജ്ഞനാണ് വൈഗോട്സ്കി. വൈഗോട്സ്കി വിഭാവന ചെയ്യുന്ന അല്ല സംഭാവന നൽകിയിട്ടുള്ള പഠന രീതികളാണ് സംഘപഠനം, സഹകരണ പഠനം, സഹവർത്തിത പഠനം, സംവാദാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം. സംഘപഠനം എന്നാൽ ഗ്രൂപ്പ് ലേണിംഗ്. സംഘപഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ലേണിംഗ്. സംഘപഠനം എന്ന് വച്ചാൽ ഗ്രൂപ്പ് ലേണിംഗ്. സഹകരണ പഠനം കോപ്പറേറ്റീവ് ലേണിംഗ്. സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്. ദെൻ സംവാദാത്മക പഠനം ഡയലോജിക്കൽ ലേണിംഗ്. പ്രതിക്രിയ അധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ്. അതിൽ അദ്ദേഹം സംഭാവന നൽകിയ 5 രീതികളാണിത്. അതിൽ വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രതിക്രിയ അധ്യാപനമാണ്. പ്രതിക്രിയ അധ്യാപനം. പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതി എന്ന് പറയുന്നത്. അപ്പം സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തീമർ ആണ്. ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി ആരംഭിച്ചത് വില്യം വൂണ്ടാണ്. മനഃശാസ്ത്ര പഠന രീതികളിൽ ആദ്യത്തേത് ആത്മപരിശോധനാ രീതിയാണ്. വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതിയാണ് പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ്, കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുട്ടികളിൽ വെച്ച് സ്വന്തം മക്കളിൽ പരീക്ഷണം നടത്തി ഒരു പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയാണ് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത്. സാമൂഹിക വികസനത്തിന്റെ വക്താവ് ആരാണ്? സോഷ്യൽ ഡെവലപ്മെന്റിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ എറിക് എച്ച് എറിസൺ ആണ്. എറിക് എച്ച് എറിസൺ ആണ് സാമൂഹിക വികസനത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്. എറിക് എച്ച് എറിസൺ ആണ്. അദ്ദേഹം 8 വികസന ഘട്ടങ്ങളിലൂടെ, ആ 8 വികസന ഘട്ടങ്ങളും ഓരോ പ്രതിസന്ധിയെ കാണിക്കുന്നതാണ്. ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് രൂപം കൊണ്ടിട്ടുള്ളത്? ഒരു വ്യക്തിയുടെ സാമൂഹിക വികാസം സാധ്യമാകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എറിക് എച്ച് എറിസൺ. അന്ന ഫ്രോയിഡിന് കീഴിൽ പരിശീലനം നേടിയ വ്യക്തിയാണ്. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, സാശ്രയത്വം വേഴ്സസ് ലജ്ജ, മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തിത്വ പ്രതിസന്ധി, കൂട്ടുകൂടൽ അല്ലെങ്കിൽ ഏകാകിത്വം, സൃഷ്ടി വേഴ്സസ് മുരടിപ്പ്, സമഗ്രത വേഴ്സസ് നിരാശ. ഇങ്ങനെ 8 ഘട്ടങ്ങളിലായി സാമൂഹിക വികസന സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് എറിക് എച്ച് എറിസൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ആശയവിനിമയ ഉപകരണമാണ് ഡാഷ്. ആശയവിനിമയ ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? ഭാഷയാണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയ ഉപകരണ ശേഷിയാണ് ഭാഷ എന്ന് പറയുന്നത്. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം 2 ഫാക്ടർ തിയറി ആരുടേതാണ്? ചാൾസ് പിയർമാൻ്റേതാണ്. ബുദ്ധിക്ക് ജി എന്നും എസ് എന്നും 2 ഘടകങ്ങളുണ്ട്. അതിൽ ജി എന്നാൽ ജന്മസിദ്ധവും എസ് എന്നാൽ കർമ്മസിദ്ധവുമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു വ്യക്തിയിൽ ഒരു ജിയും നിരവധി എസ്സുകളും അതിനു ചുറ്റുമുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. അപ്പം ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം ആരുടേതെന്ന് ചോദിച്ചാൽ ചാൾസ് പിയർമാൻ്റെ എന്ന് വേണം ഉത്തരം പറയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, വേദനാജനകമായ അനുഭവങ്ങൾ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത് എന്നാണ്. വേദന ഒരു സമായോജന തന്ത്രം അല്ലെങ്കിൽ ഒരു ഡിഫൻസ് മെക്കാനിസമാണിത്. വേദനാജനകമായ ഒരു അനുഭവത്തെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് തള്ളിത്താഴ്ത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ആ സമായോജന തന്ത്രമാണ് ദമനം എന്ന് പറയുന്നു. ദമനം എന്ന് പറയുന്നു. എന്താണ് നമ്മുടെ മനസ്സിലുള്ള വേദനാജനകമായ ഒരു അനുഭവം നമ്മുടെ മനസ്സിന്റെ അബോധ മനസ്സിലേക്ക്, മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ബോധ മനസ്സിലാലും ഉപബോധ മനസ്സിലാലും അബോധ മനസ്സിലാലും നിറഞ്ഞാണ്. അബോധ മനസ്സെന്നാൽ ബാല്യകാലം മുതൽ നമ്മൾക്കുണ്ടാവുന്ന വേദനാജനകമായ സംഗതികളെ കുന്നുകൂട്ടിയിടുന്ന സ്ഥലമാണ് നമ്മുടെ അബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പം ഒരു വേദനാജനകമായ അനുഭവങ്ങൾ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് തള്ളിത്താഴ്ത്തുന്ന പ്രക്രിയയെ ദമനം എന്നാണ് പറയുക. പ്രബലനം എന്ന സംജ്ഞ
വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് ആരാണ്? പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനം എന്ന സംജ്ഞ. പ്രബലന സിദ്ധാന്തം എന്ന് പറയുന്നത് ഹള്ളിൻ്റെതാണ് അല്ലെ, ഹള്ളിൻ്റെതാണ്. ഇനി പ്രബലനം എന്ന പദം എന്ന് കേൾക്കുമ്പോൾ സ്കിന്നറാണ്. പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ് എന്ന പദത്തിനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്ത വ്യക്തിയാണ് ആര്? സ്കിന്നർ എന്ന് പറയുന്നത്, BF സ്കിന്നർ. അദ്ദേഹത്തിൻ്റെതാണ് രേഖീയ ശൈലി, അദ്ദേഹത്തിൻ്റെതാണ് പഠനത്തിൻ്റെ ക്രമീകൃത ശ്രേണി, ഘട്ടം ഘട്ടമായുള്ള രീതി അഥവാ ഏതാണ് പ്രോഗ്രാംഡ് ലേണിംഗ്, ക്രമീകൃത രീതി. ക്രമീകരണ ശ്രേണിയല്ല, അത് ഗാഗനയുടേതാണ്. ക്രമീകൃത രീതി, ഘട്ടം ഘട്ടമായുള്ള പഠന രീതി സംഭാവന നൽകിയ വ്യക്തിയാണ് സ്കിന്നർ എന്ന് പറയുന്നത്. ഇനി ഗാഗനയുടെ പഠന ശ്രേണിയാണ് പഠന ക്രമീകരണ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിലെ ഉയർന്ന തലം എപ്പോഴും നിങ്ങൾക്കറിയാവുന്ന ഒരു കോഡുണ്ട്, SSC, VMC, PP അല്ലെ. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അല്ലെ. സിഗ്നൽ ലേണിംഗ് സംജ്ഞാ പഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ചോദക പ്രതികരണ പഠനം, ചെയിൻ ലേണിംഗ് ശൃംഖലനം, വെർബൽ ലേണിംഗ് ഭാഷാപര ശൃംഖലനം, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ബഹുമുഖ വിവേചനം, കോൺസെപ്റ്റ് ലേണിംഗ് ആശയ പഠനം, പ്രിൻസിപ്പൽ ലേണിംഗ് തത്വപഠനം, പ്രോബ്ലം സോൾവിംഗ് പ്രശ്ന നിർദ്ധാരണം. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. കണ്ടെത്തൽ പഠനം ആരുടെ? ഇപ്പോൾ ഏറ്റവും ഉയർന്ന തലം ഏതാ? പ്രോബ്ലം സോൾവിംഗ് ആണ്. ഏറ്റവും ആദ്യത്തേത് സംജ്ഞാ പഠനമാണ്. കണ്ടെത്തൽ പഠനം ആരുടെ? ജെറോം എസ് ബ്രൂണറുടേതാണ്. കണ്ടെത്തൽ പഠനം ആരുടെ എന്ന് ചോദിച്ചാൽ ജെറോം എസ് ബ്രൂണറുടേതാണ് കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹമാണ് ചാക്രികാരോഹണ രീതി വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് ജെറോം എസ് ബ്രൂണർ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മാനസിക അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സമീപനം ആരുടേതാണ്? മാനസിക അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സമീപനം ആരുടേതാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്നത് ആരുടേതാണെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു പഠിതാവിൻ്റെ പഠന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുന്ന മൂല്യനിർണയത്തിന് പറയുന്ന, മനസ്സിലാക്കി പരിഹരിക്കുന്ന മൂല്യനിർണയമാണ് നിദാന നിർണയം. എന്താണ്? നിദാന നിർണയം. ഒരു പഠിതാവിൻ്റെ പഠന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുന്ന മൂല്യനിർണയമാണ് നിദാന നിർണയം അഥവാ ഡയഗ്നോസ്റ്റിക് മൂല്യനിർണയം, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയപ്പെടുന്നത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതിന് സമാനമായ സമായോജന തന്ത്രമാണ് ഇവിടെയും ചോദിക്കുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതിന് സമാനമായ സമായോജന തന്ത്രമാണ് ഡിസ്പ്ലേസ്മെന്റ് അഥവാ ആദേശം ചെയ്യൽ എന്ന് പറയുന്നു. ഡിസ്പ്ലേസ്മെന്റ് അഥവാ ആദേശം ചെയ്യൽ എന്ന് പറയുന്നു. ആദേശം ചെയ്യൽ അഥവാ ഡിസ്പ്ലേസ്മെന്റ്. മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും രണ്ടായി തിരിച്ചത് ആരാണ്? മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും രണ്ടായി തരംതിരിച്ചത് കാൾ യുങ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനം. എരിയുന്ന മെഴുകുതിരിയെ തൊട്ടാൽ കൈ പൊള്ളും എന്ന് കുട്ടി എന്ത് ചെയ്യുകയാ? മനസ്സിലാക്കുകയാ. പിന്നീട് എരിയുന്ന മെഴുകുതിരിയെ മാത്രമല്ല, എരിയുന്ന ഒരു വസ്തുവിനെയും അവൻ തൊടത്തില്ല, മിന്നാമിനിങ്ങനെയാണെങ്കിലും. കാരണം പൊള്ളുമെന്നും അവൻ പഠിച്ചു. അനുഭവത്തിലൂടെ അവൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിനെ എന്തെന്ന് പറയാം? പഠനമെന്ന് പറയാനായിട്ട് സാധിക്കും. സെറ്റാണെന്ന് വിചാരിക്കുന്നു. നിലീന ഘട്ടം എന്നറിയപ്പെടുന്ന നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികസന സിദ്ധാന്തത്തിൽ ഏതാണ്? മനോലൈംഗിക വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 5 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലെ ഒരു ഘട്ടമാണ് നിലീന ഘട്ടം. 5 ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് വദനഘട്ടമുണ്ട്, രണ്ടാമത്തേതുണ്ട് പൃഷ്ഠഘട്ടം, മൂന്നാമത്തേത് ലൈംഗിക അവയവഘട്ടമുണ്ട്, നാലാമത്തേത് നിലീന ഘട്ടമുണ്ട്, അഞ്ചാമത്തേത് ജനനേന്ദ്രിയ ഘട്ടം അഥവാ ലൈംഗിക ഘട്ടം.
ജെനിറ്റൽ സ്റ്റേജ്, ലൈംഗിക ഘട്ടം എന്നറിയപ്പെടുന്നു. ഇതിൽ നിലീന ഘട്ടം എന്നറിയപ്പെടുന്നത് 6 മുതൽ 12 വയസ്സ് വരെയുള്ള പിൽക്കാല ബാല്യമാണ്. ഇതിനെ നിലീന ഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നിലീന ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രതിഭാശാലിയുടെ IQ എത്ര? സാധാരണ പ്രതിഭാശാലികളുടെ IQ പറയുമ്പോൾ എത്രയാ പറയുന്നത്? 130 മുകളിലാണ്. 130 മുകളിലാണെന്ന് പറയാം. പ്രതിഭാശാലികളുടെ IQ എന്ന് പറഞ്ഞാൽ അത് 130 മുകളിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. കുട്ടികളുടെ കഴിവും പുരോഗതിയും, എന്താണ് കഴിവും പുരോഗതിയും രേഖപ്പെടുത്തുന്ന വിദ്യാഭ്യാസ രേഖയ്ക്ക് പറയുന്ന പേര്, കുട്ടിയുടെ കഴിവും പുരോഗതിയും രേഖപ്പെടുത്തുന്ന വിദ്യാഭ്യാസ രേഖയാണേത്? സഞ്ചിത രേഖ എന്ന് പറയുന്നത്. എന്താണ് സഞ്ചിത രേഖ? കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതിയും കഴിവും രേഖപ്പെടുത്തുന്ന രേഖയാണ് സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ആത്മപരിശോധനാ രീതി. ഏറ്റവും ആദ്യം മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ട്. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് വെർത്തീമർ, മാക്സ് വെർത്തീമർ ആണ്. വൈഗോട്സ്കി നൽകുന്ന പഠന രീതികളിൽ വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് പിയാഷെ. സാമൂഹിക വികസനത്തിന്റെ വക്താവ് ആരാണ്? വൈഗോട്സ്കി. ആശയവിനിമയ ഉപകരണമാണ് ഭാഷ. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം ചാൾസ് പിയർമാൻ. വേദനാജനകമായ അനുഭവങ്ങൾ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയ്ക്ക് ദമനം എന്ന് പറയുന്നു. സാമൂഹിക വികസനത്തിന്റെ വക്താവ് എറിക്സൺ. സാമൂഹിക പഠനമാണ് വൈഗോട്സ്കി, സാമൂഹിക വികസനം എറിക്സൺ. പ്രബലനം എന്ന സംജ്ഞ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് സ്കിന്നർ. ഗാഗിനയുടെ പഠന ശ്രേണിയിലെ ഉയർന്ന തലം എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോബ്ലം സോൾവിങ്. കണ്ടെത്തൽ പഠനം ആരുമായി ബന്ധപ്പെട്ടത്? ബ്രൂണർ. മാനസിക അപഗ്രഥനം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. ഒരു പഠിതാവിന്റെ പഠന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുന്ന മൂല്യനിർണ്ണയത്തിന് നിദാന നിർണ്ണയം എന്ന് പറയുന്നു, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതിന് സമാനമായത് ആദേശം ചെയ്യൽ അഥവാ ഡിസ്പ്ലേസ്മെന്റ്. മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും രണ്ടായി തിരിച്ചത് കാൾ യുങ്. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനം പഠനം. നിലീന ഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 6 മുതൽ 12 വയസ്സ് വരെ അഥവാ പിൽക്കാല ബാല്യം. പ്രതിഭാശാലികളുടെ IQ എത്രയാണെന്ന് ചോദിച്ചാൽ 130 എബവ് ആണെന്ന് പറയാം. ടെർമാന്റെ വർഗീകരണ പ്രകാരം എന്ന് ചോദിച്ചാൽ 140 മുകളിൽ എന്ന് പറയാം. കുട്ടികളുടെ കഴിവും പുരോഗതിയും രേഖപ്പെടുത്തുന്ന രേഖയെ സഞ്ചിത രേഖ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 20ഓളം ക്വസ്റ്റ്യൻ നമ്മളിവിടെ കണ്ടു. ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു പോയാൽ മതിയാവും. തീർച്ചയായും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് 100% സാധിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. നമ്മൾ ഈ ഒരു ശ്രേണിയായാണ്, അതായത് തുടർച്ചയായ ഒരു പ്രക്രിയയായിട്ടാണ് ഞാനിതിവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തുക. ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ വിത്തൗട്ട് ഓപ്ഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. കാരണം വെച്ചാൽ വിത്ത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഓപ്ഷൻ തേടിപ്പോൾ. വിത്തൗട്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ മാനസിക അപഗ്രഥനം സിഗ്മണ്ട് ഫ്രോയിഡ്. നിലീന ഘട്ടം 6 മുതൽ 12 വയസ്സ് വരെ നമ്മൾ പക്ക പഠിക്കുകയാണ്. ഈ ഓപ്ഷൻ നോക്കി കറക്കി കുത്താൻ നിൽക്കുന്നില്ല. ഓക്കെ, നമുക്ക് ആ ഓപ്ഷൻ വെച്ചിട്ട് ടെസ്റ്റ് സീരിയസ് ആയിട്ട് നടത്താം, പ്രശ്നമില്ല. അതല്ലാതെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി, ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം ഒന്ന് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഇനിയിപ്പം അത് പോട്ടെ, അടുത്ത ക്ലാസ്സിലാവട്ടെ, ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു മാർക്ക് നമുക്കൊരു ഏകദേശം എത്ര കിട്ടി, 20-ൽ ഒരു 6 അല്ലെങ്കിൽ 20-ൽ ഒരു 12 അല്ലെങ്കിൽ 20-ൽ 19 അല്ലെങ്കിൽ 20-20 കിട്ടി എന്നുള്ളതൊന്ന് രേഖപ്പെടുത്തി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് തീർച്ചയായും അറിയിക്കുക. അപ്പോൾ ഇതൊരു നിശ്ചിത സമയത്ത് നമുക്കിതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം പോലെ കാണാം. അപ്പോൾ തീർച്ചയായും പങ്കെടുക്കുക, പഠിക്കുക, നോട്ട്ബുക്കിൽ കുറച്ച് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷനും സ്റ്റേറ്റ്മെൻറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒക്കെ ഉണ്ടാവും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.